കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിന്റെ രാഷ്ട്രീയ ഉപരിതലത്തിൽ വീണ്ടും സജീവമാണ് മുട്ടിൽ മരംമുറി കേസ്. വനവാസികൾക്ക് നോട്ടീസ് വരുന്നു, അവർ ആകെ അമ്പരന്നു പോകുന്നു. അതിന് പിന്നാലെയാണ് ആർ രാജീവിന്റെ നേതൃത്വത്തിൽ മുട്ടിലിൽ ഒരു അന്വേഷണ യാത്ര ജനം TV നടത്തിയത്. വഴിക്ക് വേണ്ടിയാണ് വനവാസി കോളനിയിലെ വീട്ടിമരം മുറിച്ചതെന്ന ആന്റോ അഗസ്റ്റിന്റെ വാദം പൊളിയുന്നു. വർഷങ്ങൾ പഴക്കമുള്ള വീട്ടിമരങ്ങളാണ് മുറിച്ചതെന്ന് വനവാസികൾ ജനം TVയോട് പ്രതികരിച്ചു. മരങ്ങൾ വാങ്ങാൻ റോജി അഗസ്റ്റിൻ നേരിട്ടെത്തിയെന്നും വെളിപ്പെടുത്തലുണ്ട്. ഈ ആദിവാസി കോളനിയിൽ പോയി മരം മേടിച്ചു തുടങ്ങുമ്പോൾ ഒരു റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ റോഡ് പോകുന്നത് മേലത്തെ തോട്ടത്തിലൊരു മരം മേടിച്ചിട്ടുണ്ട് ഇവർ. അപ്പോൾ ഈ റോഡ് പോകുന്നത് ഈ ആദിവാസി കോളനീൻ്റെ ഉള്ളിൽ കൂടെയാണ്. കോളനി എന്ന് പറഞ്ഞാൽ ഈ ഉന്നതി എന്ന് പറയും. ഇപ്പോൾ അതിൽ കൂടെയാണ് ഈ വഴി പോകുന്നത്. അപ്പോൾ ഈ വണ്ടി മേലേക്ക് പോകണമെങ്കിൽ ഈ ആദിവാസി കോളനിയിലെ മരം മുറിച്ചാൽ മാത്രമേ വണ്ടി മേലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ മരത്തിന് അന്ന് ചെറിയ മരമാണ്, 4 അടിയോ 3 അടിയോ അങ്ങോട്ട് വലിപ്പമുള്ള 1-2 മരമാണ്. ഇതിവർ മുറിച്ചിട്ട് ഇവർ ഈ മരം മുറിച്ചിട്ട് ഈ വണ്ടി മേലേക്ക് കൊണ്ടുപോയി. ഇവർക്ക് കാരണം ഇത് വിൽക്കാൻ പറ്റിയ മരമല്ല. നോർമലി എന്താ പറയുക, പാഴത്തടി എന്ന് പറയുന്നത്. കാരണം വീട്ടിലാണെങ്കിൽ കൂടി ഇത് വിൽക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു മരമല്ല. മുട്ടിൽ മരമുറിയിൽ ഉൾപ്പെടെ തങ്ങൾ വിശുദ്ധരാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആന്റോ അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. എന്നാൽ എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? ആ ചേട്ടൻ വന്നിട്ട് ഞങ്ങളെ കുഴപ്പമൊന്നുമില്ല, നീതിയൊക്കെ കൊണ്ട് പഞ്ചായത്തിൽ കാണിച്ചാൽ മരമൊക്കെ മുറിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മരം മുറിച്ചുകൊണ്ട് പോയത്. എല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ഓർഡറുണ്ട്. അങ്ങനെ ഒരു ഓർഡർ കിട്ടിയെന്നാണ് ഈ മുറിച്ചുകൊണ്ട് പോയ ചേട്ടൻ പറഞ്ഞത്. ആ ചേട്ടൻ പറഞ്ഞത് മാത്രം ഞങ്ങൾ പറയുന്നത്. അല്ല, നിങ്ങളുടെ ഈ കരവടച്ച രസീതൊക്കെ അവർ കൊണ്ടുപോയെന്ന് പറഞ്ഞു. എന്തോ രസീതൊക്കെ അവർ കൊണ്ടുപോയി? എല്ലാം ഫുള്ളായിട്ട് അവർ ഒരു സംഗതി നമുക്ക് തന്നില്ല, ഒക്കെ അവർ കൊണ്ടുപോയി. ഒരു രേഖ പോലെ ആദ്യം തന്നിട്ടില്ല അവർ. നമ്മളെ ഇവിടെ റോജിമോൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആളുടെ കാരപ്പുഴ സാർ, പുള്ളിയാണ് എല്ലാം ഈ റെക്കോർഡ് ചെയ്തത്. റോജി ആസിനെ കൊണ്ടുപോയി ഇവിടെ വന്ന് പട്ടയം അല്ല നീസീട്ട് മാത്രമേ കൊണ്ടുപോയില്ല. നീസീട്ട് കൊണ്ടുപോയി വില്ലേജിൽ അടച്ച്, വില്ലേജിൽ കൊണ്ടുപോയി കാണിച്ച് അവർ വന്ന് നോക്കി. വില്ലേജുകാർ വന്നില്ല, മൂപ്പര് പറഞ്ഞ് നീസീട്ട് ഞാൻ അടച്ചിട്ടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, മുറിച്ചുകൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ഇവർക്ക് ഒരു 7,000 റുപ്യ മറ്റേ അഡ്വാൻസ് കൊടുത്തു. അവർക്കൊരു 4,000 റുപ്യ അഡ്വാൻസ് കൊടുത്തു. 3 വീട്ടിക്ക് 4,000 റുപ്യ അഡ്വാൻസ് കൊടുത്തുള്ളൂ. പാവപ്പെട്ട വനവാസികളെ മറിയാക്കി മരങ്ങൾ മുറിച്ചാൽ ആരും ചോദിക്കാനില്ലെന്ന ധൈര്യമായിരുന്നു അഗസ്റ്റിൻ സഹോദരന്മാർക്കുണ്ടായിരുന്നത്. ഈ രീതിയിൽ 500 വർഷം വരെ പഴക്കമുള്ള മരങ്ങളാണ് ഈ കോളനികളിൽ നിന്ന് മുറിച്ചു മാറ്റിയത്. ലക്ഷങ്ങൾ വില വരുന്ന വീട്ടുമരങ്ങൾ അഗസ്റ്റിൻ സഹോദരന്മാർ നേരിട്ട് മുറിച്ചു കടത്തിയെന്ന് ഇതിലൂടെ പകൽ പോലെ വ്യക്തമാവുകയാണ്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം. രാജീവിലേക്ക്. രാജീവ്, ശരിക്കും ഇത് മരം മുറിയല്ല, മരം മുറിവാണ്. വനവാസികൾക്കേറ്റ വലിയ മുറിവ് അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, ആ രീതിയിൽ തന്നെ ഇതിനെ കാണേണ്ടി വരും. പ്രത്യേകിച്ചും ഈ വനവാസി കോളനികളിലേക്ക് എത്തുമ്പോൾ അവരെ വഞ്ചിച്ചതിൻ്റെ കഥകളാണ് അവർക്ക് പറയാനുള്ളത്. എഴുത്തും വായനയും ഒന്നും അറിയാത്ത ആ പാവങ്ങളെയാണ് അഗസ്റ്റിൻ സഹോദരന്മാർ ക്രൂരമായി വഞ്ചിച്ചത്. അവർക്കിപ്പോൾ ലക്ഷങ്ങൾ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകുന്നു. അത് 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുന്നത്. അവിടെയാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ആന്റോ അഗസ്റ്റിൻ കളവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വയം വിശുദ്ധരാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഒരു മാധ്യമത്തോട് പ്രതികരിക്കുകയും അവർക്ക് ഒരു അഭിമുഖം നൽകുകയും ചെയ്തത്. ഈ അഭിമുഖത്തിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ വനവാസി കോളനിയിലെ മരങ്ങൾ തങ്ങൾ ലക്ഷ്യമിട്ടിട്ടേ ഇല്ല. അതിന് മുകളിൽ ഒരു പറമ്പിൽ നിന്ന് വീട്ടുമരം മുറിക്കുന്നതിന് അവിടേക്ക് വഴി വെട്ടണമായിരുന്നു. ഈ വഴി വെട്ടുന്നതിന് വേണ്ടി ഈ വനവാസി കോളനിക്കുള്ളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യമുണ്ടായി. അപ്പോൾ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ നിന്ന വീട്ടുമരം, അത് ചെറിയൊരു വീട്ടുമരമാണ് മുറിച്ച് മാറ്റിയത്. അത് പാഴ്ത്തടിയായി മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്നൊക്കെയാണ് ആന്റോ അഗസ്റ്റിൻ പറയുന്നത്. എന്നാൽ ഇതിലെ പൊള്ളത്തരമാണ് ഇപ്പോൾ നമ്മൾ തുറന്നു കാണിച്ചിരിക്കുന്നത്. അതായത് ആന്റോ അഗസ്റ്റിൻ പറയുന്നതിലെ പൊള്ളത്തരം വളരെ കൃത്യമായി വനവാസികൾ തന്നെ തുറന്ന് പറയുന്നുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള വീട്ടുമരമാണ് ഈ വനവാസി കോളനികളിൽ നിന്ന് നിലവിൽ ആന്റോ അഗസ്റ്റിൻ സഹോദരന്മാർ മുറിച്ചു മാറ്റിയിരിക്കുന്നത്. മാത്രമല്ല ആന്റോ അഗസ്റ്റിൻ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, തങ്ങളല്ല മുറിച്ചത്, തങ്ങളൊരു കമ്പനി ഉണ്ടാക്കുന്നു, ഈ കമ്പനിക്ക് വേണ്ടി പണം മുടക്കിയത് മാത്രമാണ് തങ്ങൾ. ഈ മരം മുറിക്കാൻ പോകുന്നതൊന്നും തങ്ങളല്ല, മറ്റു ചിലരാണ്. അവർ തങ്ങളെ സമീപിക്കുകയായിരുന്നു, അവരാണ് ഈ മരങ്ങൾ കണ്ടുവെക്കുകയും അതിനുശേഷം മുറിക്കുകയും ഒക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ഈ വനവാസികൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് എഴുത്തും വായനയും ഒന്നും അറിയില്ല, ആളുകളെ പോലും പരിചിതമല്ല. അവർ തന്നെ പറയുകയാണ്, റോജിമോൻ
പല വനവാസികളും അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. റോജിമോനാണ് ഇവിടേക്ക് എത്തുന്നത്. അതായത് റോജി അഗസ്റ്റിനാണ് ഇവിടേക്ക് എത്തി ഈ മരങ്ങൾ കാണുന്നതും ഇവരോട് സംസാരിക്കുന്നതും തുടർന്ന് ഇവരുടെ കരമടച്ച രസീത് കൊണ്ടുപോകുന്നത്. ഈ കരമടച്ച രസീത് എന്നൊക്കെ പറയാൻ പോലും ഇവർക്ക് അറിയില്ല. നമ്മൾ കരമടച്ച രസീത് എന്നൊക്കെ പറയുമ്പോൾ പോലും അവർ രശീതി എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നോ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതോ എന്ന് ഒന്നും പറയാനുള്ള ഒരു ജ്ഞാനം ഇവർക്കില്ല, അറിവ് അവർക്കില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ റോജി അഗസ്റ്റിനാണ് അവിടേക്ക് എത്തി ഈ മരങ്ങൾ കാണുകയും ഈ മരം മുറിച്ചു മാറ്റുകയും ചെയ്യുന്നത്. അതിനുശേഷം ഇവർക്ക് നൽകുന്നത് 7,000 മുതൽ 4,000, 7,000 രൂപയൊക്കെയാണ് ഇവർക്ക് നൽകുന്നത്. ബാക്കി തുകയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് ഈ മരം കൊണ്ടുപോകുമ്പോൾ നൽകാമെന്നാണ്. എന്നാൽ ഈ മരം കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് ഒന്നും നൽകിയില്ല എന്ന് മാത്രമല്ല, ഈ കരമടച്ച രസീതുകൾ പോലും ഇതുവരെ തിരിച്ചു നൽകിയിട്ടില്ല. ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ തട്ടിപ്പ് നടക്കുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അത് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഈ രസീതൊന്നും തിരിച്ചു നൽകിയിട്ടില്ല, ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും കേസുണ്ടാകുമോ എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ വനം മന്ത്രി, റവന്യൂ മന്ത്രിയും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വനവാസികൾക്ക് ഒരു പ്രശ്നവുമില്ല, വനവാസികളെ വഞ്ചിച്ചതാണ്, അത് തങ്ങൾക്ക് ബോധ്യമായി എന്ന് പറയുമ്പോൾ പോലും ഉദ്യോഗസ്ഥർ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവർക്ക് ഇങ്ങനെ നിരന്തരം നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നോട്ടീസിൽ അവർ ആവശ്യപ്പെടുന്നത് 1 കോടി രൂപ വരെയൊക്കെ തിരിച്ചടയ്ക്കണമെന്നാണ്. നമ്മൾ ഇപ്പോൾ പ്രതികരിച്ചവരോട് സംസാരിക്കുകയാണെങ്കിൽ 50 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെയാണ് ഇവർ പലരും തിരിച്ചടയ്ക്കേണ്ടത്. ആ രീതിയിലുള്ള മരങ്ങളാണ് ഇവിടെ നിന്ന് മുറിച്ചു കടത്തിയത്. ഇതിനുശേഷമാണ് ഇവർ പറയുന്നത് പാഴ്ത്തടി മാത്രമാണ് ഈ വനവാസി കോളനികളിൽ നിന്ന് മുറിച്ചു മാറ്റിയത്, അതും വഴിക്ക് വേണ്ടിയാണെന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ വീടിന് മുന്നിൽ നിന്ന വലിയ വീട്ടിമരമാണ് മുറിച്ചു മാറ്റിയത്. മറ്റ് ഒരു വീട്ടിൽ നിന്ന്, പറമ്പിൽ നിന്ന് 2 വീട്ടുമരമാണ് മുറിച്ചു മാറ്റിയത്. ഈ രീതിയിൽ നമ്മൾ ചെന്ന ആ സ്ഥലത്ത് തന്നെ 3 വീട്ടുമരം, അതും വർഷങ്ങൾ പഴക്കമുള്ള വീട്ടുമരമാണെന്ന് ഇവർ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്. മാത്രമല്ല റവന്യൂ വകുപ്പ് പിന്നെ എന്തിനാണ് ഇവർക്ക് ഇങ്ങനെ നോട്ടീസ് നൽകുന്നത്? പാഴ്ത്തടിയാണെങ്കിൽ അല്ലെങ്കിൽ ഈ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത വീട്ടുമരമാണെങ്കിൽ ഈ 50 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെയൊക്കെ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്തിനാണ് റവന്യൂ വകുപ്പ് നോട്ടീസ് അയക്കുന്നത്? എന്തുകൊണ്ട് ഇവർക്ക് നീതി ലഭ്യമാക്കാൻ അഗസ്റ്റിൻ സഹോദരന്മാർ ഇറങ്ങി പുറപ്പെട്ടില്ല? ഈ രീതിയിൽ മാധ്യമത്തിൽ വന്നിരുന്ന വലിയ രീതിയിൽ സംസാരിക്കുന്ന ആൻഡ്രോ അഗസ്റ്റിൻ എന്തുകൊണ്ട് ഈ വനവാസി കോളനിയിലേക്ക് ചെല്ലുകയും അവർക്ക് നീതി ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തില്ല? അല്ലെങ്കിൽ ഈ ബാധ്യത തങ്ങൾ ഏറ്റെടുക്കുമെന്ന് എന്തുകൊണ്ട് പറയാനുള്ള ധൈര്യം ആൻഡ്രോ അഗസ്റ്റിൻ ഇല്ല എന്ന ചോദ്യം വളരെ പ്രസക്തമായി ഉയരുകയാണ്. അപ്പോൾ ബോധപൂർവം തന്നെ ഇവരെ വഞ്ചിക്കാനുള്ള ശ്രമമാണ് ആൻഡ്രോ അഗസ്റ്റിൻ നടത്തിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവരെ മാത്രമല്ല വഞ്ചിച്ചിരിക്കുന്നത്, സമീപവാസികളെ ഉൾപ്പെടെ ആൻഡ്രോ അഗസ്റ്റിൻ വഞ്ചിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നേരത്തെ ജനം TV പുറത്തുവിട്ടാണ്. ഏതായാലും ഈ അഭിമുഖത്തിന്റെ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളിലേക്കും കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്കും നമ്മൾ പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൃഷ്ണരാജ്. യെസ് രാജീവ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാജീവ് തന്നെ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് പാഴ്ത്തടികളായിരുന്നുവെങ്കിൽ എന്തിന് റവന്യൂ വകുപ്പ് ഇത്രയേറെ തുക തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് വനവാസികൾക്ക് നോട്ടീസ് നൽകണം? അതിൻ്റെ നിയമവശം എന്താണ് രാജീവ്? കൃഷ്ണരാജ്, ആ സമയത്ത് 2020 ഇറങ്ങിയ ഒരു ഉത്തരവിൻ്റെ പിൻബലത്തിലാണ് ഈ രീതിയിൽ അഗസ്റ്റിൻ സഹോദരന്മാർ മുട്ടിൽ മേഖലയിൽ നിന്ന് വ്യാപകമായി മരങ്ങൾ മുറിച്ചു മാറ്റിയത്. ചന്ദനം ഒഴികെയുള്ള മരങ്ങൾ മുറിക്കാം എന്ന ഒരു ഉത്തരവിൻ്റെ മറവിലായിരുന്നു ഈ രീതിയിലുള്ള ശ്രമം അഗസ്റ്റിൻ സഹോദരന്മാർ നടത്തിയത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അഗസ്റ്റിൻ സഹോദരന്മാരെ അറിയിച്ചിരുന്നു. മാത്രമല്ല ഈ അഗസ്റ്റിൻ സഹോദരന്മാർ നിരന്തരമായി ഈ മേപ്പാടി റേഞ്ച് ഓഫീസിലേക്ക് എത്തുമ്പോൾ അവിടെയുണ്ടായിരുന്ന റേഞ്ച് ഓഫീസർ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ ഉത്തരവിൻ്റെ മറവിൽ മാത്രമായി വീട്ടുമരം മുറിച്ച് കടത്താൻ കഴിയില്ല. അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഭേദഗതി വരുത്തിയെങ്കിൽ മാത്രമേ, ഭേദഗതി ചെയ്ത് വിജ്ഞാപനം പുറത്തിറക്കിയെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ചട്ടങ്ങൾ പുറത്തിറങ്ങൂ. അതിനുശേഷം മാത്രമേ ഈ രീതിയിലുള്ള പാസ് അനുവദിക്കാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഇവർ മരങ്ങൾ മുറിച്ച് കടത്താനുള്ള ശ്രമം നടത്തിയത്. നമുക്കറിയാം ഈ പട്ടയഭൂമിയിൽ നിൽക്കുന്ന ചന്ദനം ഉൾപ്പെടെയുള്ള മരങ്ങൾ, ചന്ദനം, വീട്ടി തുടങ്ങിയ രാജകീയ മരങ്ങൾ മുറിച്ച് മാറ്റണമെങ്കിൽ അതിന് കൃത്യമായ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ അത് ലംഘിക്കുകയാണെങ്കിൽ വലിയ പിഴ കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. ആ പിഴയാണ് നിലവിലിപ്പോൾ റവന്യൂ വകുപ്പ് ഈ വനവാസികളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്യാത്ത തെറ്റിനാണ് നിലവിലിപ്പോൾ ഈ പിഴ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകുന്നത്. റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് സാങ്കേതികമായ നടപടിക്രമങ്ങൾ അവർക്ക് പൂർത്തിയാക്കിയേ കഴിയൂ. നിയമപരമായ നടപടിക്രമങ്ങളുണ്ട്. കാരണം ഇതൊരു നിയമപരമായ പ്രശ്നമാണ്. കാരണം ഒന്നുകിൽ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് പുറത്തിറക്കണം, ഈ വനവാസികളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കണം, ഇവർക്കെതിരെ ഇനി മുതൽ നിയമ നടപടികൾ പാടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കണം. അല്ലാത്ത പക്ഷം ഈ നിയമ നടപടികൾ ഈ രീതിയിൽ തന്നെ തുടരും. അല്ലാതെ റവന്യൂ മന്ത്രിയോ വനമന്ത്രിയോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് വനവാസികളെ ദ്രോഹിക്കില്ല, വനവാസികൾ ഈ വിഷയത്തിൽ ഒരു കാരണവശാലും ഉൾപ്പെടില്ല എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ ഒരു ഉത്തരവ് നിലവിൽ ഇതുവരെ സർക്കാർ പുറത്തിറക്കിയിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അത് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ രീതിയിൽ റവന്യൂ വകുപ്പ് ഒരു ഉത്തരവ് പുറത്തിറക്കാത്തിടത്തോളം വനവാസികൾ ഇതിൽ കുരുങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവരുടെ ഭൂമി ജപ്തി ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വേണമെങ്കിലും റവന്യൂ വകുപ്പിന് കടക്കാൻ കഴിയും എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്.
പക്ഷേ എന്തുകൊണ്ട് ആൻഡോ അഗസ്റ്റിനോ അല്ലെങ്കിൽ അഗസ്റ്റിൻ സഹോദരന്മാരോ ഇവർക്ക് നീതി ലഭ്യമാക്കാൻ രംഗത്തിറങ്ങുന്നില്ല? ഈ രീതിയിൽ പാഴ്ത്തടിയാണ് മുറിച്ച് കടത്തിയത് എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവർ നേരിട്ടിറങ്ങുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമായി തന്നെ ഉയരുന്നുണ്ട്. ഇപ്പോഴും ഈ മുറിച്ച വീട്ടുമരം തിരികെ ലഭിക്കണമെന്ന ആവശ്യം മാത്രമാണ് ഇവർ പലപ്പോഴും കോടതികൾ ഉൾപ്പെടെ മുന്നോട്ട് വെക്കാറുള്ളത്. അല്ലാതെ ഇവർക്ക് നീതി ലഭ്യമാക്കണം അല്ലെങ്കിൽ ഇവരെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ വനവാസികൾ ചൂണ്ടിക്കാണിക്കുന്ന അനുസരിച്ചാണെങ്കിൽ റോജി അഗസ്റ്റിൻ നേരിട്ടെത്തിയാണ് ഈ മരങ്ങൾ വാങ്ങിയിരിക്കുന്നത്. അതായത് റോജി അഗസ്റ്റിൻ കൂടി ചേർന്നുകൊണ്ടാണ് ഇവരെ വഞ്ചിച്ചിരിക്കുന്നത്.